ഇന്ന് നമ്മൾ ഹാവ് എന്നുള്ള ഈ ഒരു വാക്കിന്റെ വേറൊരു മീനിങ് ആണ് പഠിക്കാൻ പോണത് കേട്ടോ. ഹാവ്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ഉണ്ട് ഇല്ല, ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല, ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഉണ്ട് ഇല്ല എന്നുള്ളൊരു മീനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഹാവിന്റെ വേറൊരു അർത്ഥമാണ്. ഇതൊന്നും ബന്ധമില്ലാത്ത, എന്നാൽ നമ്മൾ മലയാളികൾ ഒരാളെ കാണുമ്പോൾ ഏറ്റവും അധികം ചോദിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഹാവിനെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ പോണത്. അതിനു മുമ്പേ ഒരു കാര്യം പറയാനുള്ളത്, ഒരു വലിയ കാര്യം പറയാനുള്ളത്, നമ്മൾ കാലിക്കറ്റിലേക്ക് ഞാൻ ഈ ആഴ്ച, അതായത് നവംബർ 12-ാം തീയതി കാലിക്കറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ്, അതായത് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും മലബാർ ഏരിയയിലുള്ളവരാണ്. പണ്ട് മുതൽ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന മുതലേ സബ്സ്ക്രൈബേഴ്സും കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ഇത്തരത്തിലുള്ളവരാണ്. അവിടെയുള്ളവരാണ് കൂടുതലായിട്ട് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്നതും ഫസ്റ്റിലൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നതും പ്രവാസികളൊക്കെയാണ് അവിടെയുള്ള. അപ്പോൾ അങ്ങനെ അവരുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നവംബർ 12-ാം തീയതി കോഴിക്കോട് വരികയാണ്. ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിനെ തുടക്കം മുതൽ, അതായത് ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്നും ഇംഗ്ലീഷ് പറയാനുള്ള പേടി എങ്ങനെ മാറ്റാമെന്നും എങ്ങനെ ഇംഗ്ലീഷ് വഴി ഒരു കരിയർ തിരഞ്ഞെടുക്കാമെന്നും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ നിങ്ങളെ കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. നവംബർ 12-ാം തീയതിയാണ്. വെന്യൂ കാര്യങ്ങളെല്ലാം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഹാവ് എന്നുള്ള ഈ ഒരു വാക്ക് ഭക്ഷണത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കേട്ടോ. ഭക്ഷണം, വേറെ ഒന്നും പറയുന്നില്ല, ഭക്ഷണത്തെ കുറിച്ചിട്ട് മാത്രമാണ് ഹാവ് എങ്ങനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കുന്നതിനെ ഈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? ഓക്കെ, ഐ എം ഈറ്റിംഗ്, ഷീസ് ഈറ്റിംഗ് എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ ഈറ്റ് എന്നുള്ള വാക്കാണ്. പക്ഷേ ഇനി അങ്ങനെ പറയരുത്, പകരം ഹാവ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഹാവ് ഡ്രിങ്കിനും ഈറ്റിനും പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഹാവ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുടിക്കുക എന്നതിന് നമ്മൾ ഡ്രിങ്ക് എന്നല്ലേ പറയാം, വേണ്ട, നിങ്ങൾക്ക് അതുപോലെ ഹാവ് എന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒറ്റ വാക്കേ ഉള്ളൂ, നമ്മൾ എന്ത് കഴിക്കുന്നോ കുടിക്കുന്നോ ഇതിനെ നമ്മൾ പറയുന്നത് ഹാവ് എന്നുള്ള ഈ ഒരു ഇംഗ്ലീഷ് വാക്ക് വെച്ചിട്ടാണ്. ഇനി നമുക്കിത് സെൻറ്റൻസ് ആക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ പറയും ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ? ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യം, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. സോ ഐ, ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാ പറയാ? ഈസ് ആർ ആം പ്ലസ് ING. സോ ഐ ആം, ഭക്ഷണം കഴിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു ഹാവ് എന്നാണ്. ഈസ് ആർ ആം വരുമ്പോൾ എന്തിടും? ING ഇടണം. സോ ഐ ആം ഹാവിങ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഓൺ ദി സ്പോട്ട് ഞാൻ പറയാണ്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാണ് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ആം ഹാവിങ് ഫുഡ്. ഇനി അവൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവൾ എന്ന് പറയുകയാണെങ്കിലോ, ഷീ ആവുമ്പോൾ ഈസ് വരും. സോ ഷീ ഈസ് ഹാവിങ് ഫുഡ്, അവൾ ഭക്ഷണം കഴിക്കുകയാണ്. ഓക്കെ, ഇനി അവർ എന്നാകുമ്പോഴോ ദേ ആകുമ്പോൾ ഏതാ? അയ്യുവിതയോടൊപ്പം ഈസ് ഐയുടെ ഒപ്പം ആം, യുവിതയോടൊപ്പം ആറ്, ഹി ഷീറ്റിൻ്റെ ഒപ്പം ഈസ്. നിയമമൊന്നും ഞാൻ പിന്നെ റിപ്പീറ്റ് പറയുന്നില്ല. സോ ദേ ആർ ഹാവിങ് ഫുഡ്, അവർ ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങനെ ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ഹാവിങ് ചേർത്ത് പറയാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഫുഡ് കഴിക്കുക എന്ന് നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ്. ഫുഡ് കഴിക്കുക, വാ ഫുഡ് കഴിക്കുക എന്ന് പറയല്ലോ, കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരാൾക്ക് പറയാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് പറയുക? ഒരൊറ്റ വാക്കിലേ പറയുള്ളൂ. കം ഹിയർ, ഇവിടെ വരൂ. ഗോ ദെയർ, അവിടെ പോവൂ. ടേക്ക് ദസ്, ഇതെടുക്കൂ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാ. അതുപോലെ തന്നെ ഇത് കഴിക്കൂ എന്ന് പറയണമെങ്കിൽ രണ്ടേ വാക്ക് മതി, ഹാവ് ഇറ്റ്. ഹാവ് ഇറ്റ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, അല്ലെങ്കിൽ ഹാവ് ദസ് ഇത് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാവ് ദസ് ബിരിയാണി, ഈ ബിരിയാണി കഴിക്കുക, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. സോ ഹാവ് ഇറ്റ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാ കഴിക്ക്. കം ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വാ കഴിക്ക്. കണ്ടോ എങ്ങനെയാ? കം വരൂ, ഹാവ് ഇറ്റ് കഴിക്കൂ, ഇത്രേ ഉള്ളൂ. സോ ഹാവ് ഇറ്റ് എന്ന് പറയാവുന്നതാണ്. ഇനി നമ്മൾ എന്താണ്, ഫുഡ് കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഫുഡ് കഴിച്ചു എന്ന് പറയണമെങ്കിൽ കഴിഞ്ഞതാണല്ലോ, അപ്പൊ ഹാവ് അല്ല ചേർക്കുക. എന്താ ചേർക്കുക? ഹാവിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹാഡ് ആണ്. സോ ഐ ഹാഡ് ഫുഡ്.
I had food. ഞാൻ ഫുഡ് കഴിച്ചു. I had breakfast. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. I had lunch. ഞാൻ ലഞ്ച് കഴിച്ചു. I had snacks. ഞാൻ സ്നാക്സ് കഴിച്ചു. ഇങ്ങനെ കഴിച്ചു എന്ന് പറയണമെങ്കിൽ had യൂസ് ചെയ്യുക. കഴിച്ചു. I had. ഇനി അവൻ കഴിച്ചു എന്ന് പറയണമെങ്കിൽ she had food. He had food. They had food എന്നൊക്കെ അങ്ങ് കൂട്ടിച്ചേർത്താൽ മതി. കഴിഞ്ഞു പോയതാണ് നമ്മൾ പറയണതെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നതാണ്. ഫുഡ് കഴിച്ചോ? എപ്പോഴും നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പോൾ ഏറ്റവും ചോദിക്കണത് ഒരാവശ്യമില്ലെങ്കിൽ നമ്മൾ ചോദിക്കുക എന്താ? ഫുഡ് കഴിച്ചോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സെന്റൻസ് ആണ് ഹാവ് യു ഹാഡ് യുവർ ഫുഡ്. ഹാവ് യു ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കലി കറക്റ്റ്. കാരണം ഫുഡ് കഴിച്ചോ ഒരുപാട് മുന്നേ കഴിഞ്ഞു പോയതൊന്നും അല്ലല്ലോ, കുറച്ച് നേരം മുന്നേ കഴിഞ്ഞു പോയതാണെങ്കിലാണ് നമ്മൾ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നെയോ 2 മണിക്കൂർ മുന്നോ അല്ലെങ്കിൽ 10-15 മിനിറ്റ് മുന്നോ ഒക്കെയാണ് ഫുഡ് കഴിച്ചോ നമ്മൾ തിരക്കാറുള്ളത്. അല്ലാണ്ട് നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചോ മിനിയാന്ന് ഫുഡ് കഴിച്ചോ എന്ന് നമ്മളതിന് ചോദിക്കാറില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് തൊട്ട് മുന്നതായതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് ചേർത്തത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഡിഡ് യു ഹാവ് ഒക്കെയാണ് ചേർക്കുക. അങ്ങനെ ഒന്നും ചേർക്കണ്ട. ഇപ്പം അതിലേക്കൊന്നും പോകണ്ട. നമ്മൾ തൊട്ട് മുന്നേ നടന്നായോണ്ട് ഹാവ് യു ഹാഡ് യുവർ ഫുഡ്. നീ ഫുഡ് കഴിച്ചോ. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. നീ ലഞ്ച് കഴിച്ചോ. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. ഹാവ് യു ഹാഡ് യുവർ സ്നാക്സ്. നീ നിന്റെ സ്നാക്സ് കഴിച്ചോ. ഇങ്ങനെ എന്ത് ചോദിക്കണമെങ്കിലും ഹാവ് യു ഹാഡ് യുവർ ഫുഡ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെൻറ്റൻസ് ആണ്. നമുക്ക് ആരെ കണ്ടാലും ആർക്ക് മെസ്സേജ് അയച്ചാലും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന സെൻറ്റൻസ് ആണ് ഇത്. ഇനി ഇതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഫുഡ് കഴിച്ചോ എന്നാണ് അർത്ഥം. ഹാഡ് ഫുഡ്, ഇത്രയേ ഉള്ളൂ. ഫുഡ് കഴിച്ചോ. സിമ്പിൾ ടോക്കാണ് എപ്പോഴും നല്ലത്. ഞാനിത് പൊതുവേ യൂസ് ചെയ്യാറില്ല, ഞാൻ ഇതാ യൂസ് ചെയ്യുക. കാരണം നമുക്ക് സിമ്പിളായിട്ട് മെസ്സേജ് അയക്കുക, സിമ്പിളായിട്ട് സംസാരിക്കുക. സോ ഹാഡ് ഫുഡ്, ഫുഡ് കഴിച്ചോ. ആ പറയണ രീതിക്കാണ് ഭംഗി കൊടുക്കേണ്ടത്. ഹാഡ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയില്ല. ഹാഡ് ഫുഡ് എന്ന് ചോദിക്കുന്ന ആ ഒരു ടോൺ കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഭംഗി ഉണ്ടാവുന്നത് ലാംഗ്വേജിന് കേട്ടോ. സോ ഹാഡ് ഫുഡ്, ഫുഡ് കഴിച്ചോ. ഹാഡ് ഫുഡ്, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കണം. ഇനി മെസ്സേജ് അയക്കുകയാണെങ്കിൽ സുഖമാണ്. ഹാഡ് ഫുഡ് എന്ന് എഴുതിയിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധമായിട്ട് കിട്ടി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അത് ചോദ്യമായിട്ടാണ് മാറുന്നത്. സോ ഇതാണ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സെൻറ്റൻസുകൾ ഹാവിൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഹാവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം. ഹാവിനെ ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്രവൃത്തിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പഠിച്ചു. ഭക്ഷണം കഴിക്കുക, ഇനി മറക്കരുത് കേട്ടോ. ഭക്ഷണം കഴിക്കുക എന്നതിനെ ഹാവ് എന്ന് ചേർത്ത് പറയാം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് നോട്ട് ചെയ്യുക. ഇന്നലെ പഠിച്ചത് ഉണ്ട് ഇല്ല എന്നുള്ള അർത്ഥം, ഇന്ന് പഠിച്ചത് ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥം. 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഹാവിൻ്റെ. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കാണുക. അതോടുകൂടിയിട്ട് ഇനി ഒരു ഡൗട്ടും ഹാവ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്താണ് ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര അർത്ഥങ്ങളാണ് ഇതിന് എന്ന് പറയാനായിട്ടും എന്ന് മനസ്സിലാക്കാനായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കണം. എൻ്റെ സ്റ്റുഡൻസിനായിരിക്കണം ഏറ്റവും ഭംഗിയായിട്ട് ഗ്രാമർ അറിയേണ്ടത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പറ്റുന്ന പോലെ, അതായത് എനിക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നോ ആ രീതിക്കെല്ലാം ഞാനിങ്ങനെ ക്ലാസ്സുകൾ എടുക്കണമെന്ന് എനിക്കറിയാം. ഇതൊക്കെ ഓൾറെഡി ഞാൻ എന്നൊക്കെയോ എടുത്ത ക്ലാസ്സുകളാണ് കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളിലൊക്കെ. പക്ഷേ അന്നൊക്കെ ഞാൻ ഇതുപോലെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ബോർഡ് ക്ലാസ്സിലും അതുപോലെ തന്നെ ഒറ്റ ക്ലാസ്സുകളായിട്ട് ഒരേ ഫാമിലിയിൽ പെട്ടവരായതുകൊണ്ട് ഒരുപോലെ എടുത്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഉണ്ട് ഇല്ല എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഭക്ഷണം കഴിക്കുക എന്നാണ്. ഇനി അടുത്ത ക്ലാസ്സിലാകുമ്പോഴും നിങ്ങൾക്ക് ആ ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ 3ാമത്തെ ക്ലാസ്, ഇനി 4ാമത്തെ ക്ലാസ്. കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് ഹാവിൻ്റെ ആ ഒരു ഫുൾ ഫാമിലി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് തരുന്നത് നിങ്ങൾ ഓരോരുത്തരോടും. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിതിപ്പോൾ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനോ കാണാനോ ഒന്നും ഞാൻ പറയാറില്ല. പക്ഷേ ഞാൻ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണം എന്ന അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നവംബർ 12-ാം തീയതി കോഴിക്കോട് വരുന്നുണ്ട്. അപ്പോൾ കാണാനും മിണ്ടാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ കൂടി ചേരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.